നമ്മൾ കുട്ടിക്കാനം പോണാണ്. ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്. ഞാൻ എൻ്റെ 900 GS, അവൻ G310RR. അവൻ്റെ നെക്സ്റ്റ് മന്ത് അവൻ്റെ കോളേജൊക്കെ സ്റ്റാർട്ടാകും. സോ ഈ വർഷത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരുമിച്ചുള്ള ലാസ്റ്റ് റൈഡായിരിക്കും ഇത്, ഈ വർഷത്തെ. അത് കഴിഞ്ഞ് പിന്നെ അവൻ കോളേജിൽ നിന്ന് വരണം, ഞാൻ തിരിച്ച് ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ സ്പിതി വാലി പോകാനുള്ളൊരു പ്രിപ്പറേഷൻസിലായിരുന്നു കുറച്ച് നാളായിട്ട്. പക്ഷെ ഫിക്സ്ഡ് അല്ല. ഞാൻ സ്പിതി പോകുന്നോ അതോ ലഡാക്ക് കയറിയിട്ട് തിരിച്ചു വരണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഞാൻ സോളോ റൈഡാണ്. 2-3 ടീംസിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നത്. പക്ഷെ അവർ ജൂലൈ എൻഡോട് കൂടിയാണ് പോകുന്നത് ഇനി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാമെന്ന് കരുതി. ആക്ച്വലി വാഗമണ്ണിൽ നിന്ന് കുട്ടിക്കാനൊക്കെ പോകുന്ന റൂട്ട് അടിപൊളിയാണ്, അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്പിതി പോകാൻ നേരത്തായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഫസ്റ്റ് വ്ളോഗ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായത്. പക്ഷെ അതിന് മുന്നേ എങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം, അതായത് എങ്ങനെ ഒരു മോട്ടോ വ്ളോഗിങ് ചെയ്യാം എന്നൊക്കെ ഒരു ട്രയലിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതൊരു വ്ളോഗ് പോലെ എടുത്ത് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ പോരായ്മകളുണ്ട്, അതൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നൊക്കെ എല്ലാം മനസ്സിലാവും. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ചുമ്മാ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുന്നു. ഇതിൻ്റെ കോമഡി ചെറിയ പാട്ട് വെച്ചിട്ടുണ്ട്, അത് കേട്ടിങ്ങനെ പോകുന്നു. പിന്നെ കൂടുതൽ വീഡിയോസൊക്കെ വരുന്നതായിരിക്കട്ടെ. ഞാൻ ഇനി യൂട്യൂബിൽ ഷോർട്സ് പിന്നെ റീൽസ് അതൊക്കെ ഉണ്ടാക്കിയിടാൻ കുറേ പ്ലാനിങ് ഉണ്ട്. ഞാൻ എൻ്റെ വർക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കൂല, അത് ആക്റ്റീവായിരിക്കത്തില്ല. ഉണ്ടോ നല്ല വ്യൂ അല്ലേ? നല്ല കോടമഞ്ഞും തണുപ്പും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കുട്ടിക്കാനം എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ അവിടെ മിക്കപ്പോഴും തണുപ്പാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. മാഗി കിട്ടിയിരുന്നെങ്കിൽ കഴിക്കായിരുന്നു. ഇവിടെ ഹൈ റേഞ്ച് വരുമ്പോൾ മാഗി കഴിക്കണം. മാഗി ഹൈ റേഞ്ചിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ കിട്ടാത്തൊരു ടേസ്റ്റ്. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താ വ്യൂ അല്ലേ? കട്ടപ്പന, ഇരാറ്റുപേട്ട, വാഗമൺ. കട്ടപ്പന നേരെ നോക്കി കയറ്റം കയറാം. ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ. നല്ല വ്യൂ പോയിന്റ് അല്ലേ? ഇവിടെ നിർത്തിയൊരു ഫോട്ടോ എടുത്താലോ? എടാ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കണോ? ആ, ഇതാണ് അപ്പം എൻ്റെ വണ്ടി, ഇതാവൻ്റെ വണ്ടി. ഇതെൻ്റെ അനിയന, അതായത് എൻ്റെ സ്വന്തം അനിയന. ഇത് ഞങ്ങൾ രണ്ടുപേരുടെ വണ്ടി തന്നെയാണ്. എടാ പൈസ പോയടാ. ആക്ച്വലി ഇവിടെ ഗാർബേജിൻ്റെ വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ആൾക്കാർ ഇവിടെയൊക്കെയാണ് ഫുള്ള് വേസ്റ്റ് അറിയുന്നത്. ഇങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നാലും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇവിടെ വലിച്ചെറിയരുത്. ഇത് മറ്റേ കേബിൾ കാറില്ലേ, അതിൻ്റെ വർക്കാന്ന് തോന്നുന്നു. ഇവിടുന്ന് എന്തോ അങ്ങോട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ബൺ മസ്ക, ഞാൻ ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. മരിയൻ കോളേജ് ഇന്നും നേരെയുള്ള ആണെങ്കിൽ ഇതിൻ്റെ വെളിയിൽ കൂടി പോരാ. ഇവിടെ അടുത്താണ് കാണിക്കുന്നത്. ഓ ഇതാണ് സ്ഥലം കേട്ടോ. ആ വണ്ടി അങ്ങോട്ട് വെക്കണോ? അവിടെ ഓക്കെ.
സെക്യൂരിറ്റി ചേട്ടന്മാർ നമ്മളെ പ്രാങ്ക് ചെയ്യാനാണ് ഇനി. ചേട്ടാ ഇത് ഭയങ്കര കനമുള്ള വണ്ടിയാണ്. ഓക്കെ അല്ലേ? ഇവിടെ അടുത്ത മച്ചി കൊട്ടാരം ഉണ്ടെന്ന്. ആ വഴി അവിടെ പോയിട്ട് പോവാം. നമുക്ക് ഏതാണോ വഴി? ഇതാണ് വഴി. ഏതാണ് സമയം? ഇതാ അങ്ങോട്ടാണ് കാണിക്കുന്നത്. ഇത് വേറെ വഴിയാണിത്. അല്ല, അങ്ങോട്ടേക്കുള്ള വഴിയില്ലേ, ഇവിടുന്ന് റൈറ്റ് അതാണ് കാണിക്കുന്നത്. പോയി നോക്കിയിട്ട് വരാം. ഇത് പെട്ടെന്നൊന്നും വളക്കാൻ പറ്റില്ല കേട്ടോ, ഈ വണ്ടി ഭയങ്കര വെയിറ്റ്. ഇതാണോ? എടാ ഈ വഴിയാ വണ്ടി കയറ്റോന്നും അറിയത്തില്ല. ഈ അമ്മച്ചി കൊട്ടാരം എവിടെയാണെന്നറിയോ? ഈ വഴിയാ. എങ്ങോട്ടോ? അങ്ങോട്ടോ? പ്രാങ്ക് ചെയ്യണേ. അങ്ങനെ നമ്മൾ അമ്മച്ചിക്കൊട്ടാരം വന്ന് ഇവിടെ ആരും കാണുന്നില്ല. നേരത്തെ ഒരു പ്രായമുള്ള പുള്ളി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ പുള്ളി ഇല്ല. ഇവിടെ എല്ലാം അടച്ചുപൂട്ടിയിട്ടൊക്കെയാണ്. ഇവിടെയാണ് ലൂസിഫറിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നതെന്ന് പറഞ്ഞു. അത്യാവശ്യം ശോകം വഴിയാണല്ലോ. അവിടെ ബസ് ഓടിക്കുന്നതിൻ്റെ പ്രാക്ടീസ് നടക്കുക. നേരെ ബ്രോ. ഈ വഴി. ഓക്കെ. അങ്ങനെ അമ്മച്ചിക്കൊട്ടാരം കണ്ടു. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ മൂന്നാറിലേക്ക്. ഇനി ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ കാണിക്കുന്നു. നമ്മൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തോട്ടോ.
ആകാശമൊക്കെ ഇങ്ങനെ തിളങ്ങി കത്തി നിൽക്കണുണ്ടോ. നല്ല സൂപ്പർ റോഡ് വേണ്ട. സത്യം പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലം വന്നത് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാനൊന്നുമല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനായിട്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ ഇവിടെ ചൂട്. അവന് പ്രാന്തായി. അവന് ഒരു അപ്പാച്ചി ആറാറ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് അത് കണ്ട് പ്രാന്തായി. കണ്ട 20. അവിടെ നിർത്തി ഫോട്ടോ എടുത്താലോ? നല്ല ഫ്രെയിമാണ്. നോക്കിക്കേ ഗൈസ്, ഫ്രെയിം നോക്കിക്കേ, കണ്ടോ? ആക്ച്വലി ആ വണ്ടിക്ക് ഓണറൊക്കെ എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ഗൈസ് എൻ്റെ ഇൻസ്റ്റാ 360 X5. കുറച്ചുകൂടെ പൊക്കിയോക്കടോ. ആ ടൈറ്റായാ പോവാം. അതിരുന്നോളൂ. ഞങ്ങളപ്പോൾ പോകുന്ന വഴി ഇവിടെ കയറിച്ചൊരു ചായയൊക്കെ കുടിച്ച് കണ്ടോ. ഇവൻ ഇൻസ്റ്റാ 360 എടുത്ത് ഹെൽമെറ്റിൽ വെച്ച് കണ്ടോ. മൂന്നാർ എത്രതിന് മുന്നേ ആയിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ തിരിച്ചു. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയേക്കണത്. ഇതിൽ പോണവനെ എൻ്റെ അനിയനാണ്. നമ്മൾ ചെയ്ത വഴിയാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ അനിയൻ, അവന് ദേഷ്യം കയറുന്നുണ്ടാവും. ഈ റോഡിന് പറ്റിയ വണ്ടിയിലല്ല അവൻ്റെ ഇരിക്കുന്നത്. അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആ വണ്ടിയും കൊണ്ടിട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടി പോകുന്നുള്ളത്. ഹാവി റോഡ് എങ്ങനെയുണ്ട്? കുറച്ചും കൂടി ഉള്ളടാ, കുറച്ചും കൂടി ഉള്ളെന്ന് തോന്നുന്നു. നിങ്ങൾ ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ടൊക്കെ എവിടെയെങ്കിലും ടൂർ പോവുകയാണെങ്കിൽ ഇതേപോലത്തെ മോശം റോഡുകൾ വന്നു കഴിഞ്ഞാൽ അഡ്വഞ്ചർ ബൈക്സ് ഫ്രണ്ടിൽ പോകുക.
കാര്യം പെട്ടെന്നൊരു കുഴി വന്നാൽ നമുക്ക് സാഡിൽ ചെയ്ത് ഓടിക്കാൻ പറ്റും. അത് ബാക്കിലുള്ളവർക്ക് പെട്ടെന്ന് അതുപോലെ കണ്ട് മനസ്സിലാക്കിയിട്ട് സ്ലോ ചെയ്ത് ആ കുഴി അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അനിയൻ അവൻ RR-ലാണ്, മറ്റേ 310 RR കേട്ടോ. അപ്പോൾ അവൻ്റെ ബാക്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് വരുന്നത്. കാര്യം പെട്ടെന്നൊരു കുഴി വന്നു കഴിഞ്ഞാൽ ഞാൻ സാഡിൽ ചെയ്യും. അപ്പോൾ അവനത് പെട്ടെന്ന് മനസ്സിലാവും, അവൻ സ്ലോ ചെയ്യാൻ വേണ്ടി. ഇതാണ് വണ്ടിയുടെ സ്റ്റോക്കായിട്ടുള്ള ഹെഡ്ലൈറ്റ്. ഓക്സിലറേറ്റ് ഓണാണ്. ഇത്രയേ ഉള്ളൂ വിസിബിലിറ്റി ഇതിൻ്റെ. ഇത് അതുകൊണ്ടാണ് നമ്മൾ ഫോഗ് ലാംപ്സൊക്കെ വെക്കുന്നത്. കേട്ടോ, ദാറ്റ്സ് ദ ഡിഫറൻസ്. അപ്പോൾ ഇനി ഇവിടെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ സ്റ്റേ ചെയ്തത് നേച്ചർ ക്ലൗഡ്സ്. അപ്പം നമ്മളിന്നലെ സ്റ്റേ ചെയ്തത് സ്റ്റേസ് റോയൽ എന്നും പറഞ്ഞൊരു റിസോർട്ടായിരുന്നു. റിസോർട്ട് വൈബൊന്നുമില്ല, കുഴപ്പമില്ലാത്ത സ്റ്റേ. കുറച്ച് നീറ്റായിട്ടുള്ള റൂംസും ബാത്റൂംസൊക്കെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. റൂട്ട് കൊള്ളാമല്ലേ? ഇന്നലെ രാവിലെ ഇറങ്ങിയിട്ട് വൈകിട്ടൊരു 4 മണി ഒക്കെ ആയപ്പോഴാണ് ഒരു സാൻഡ്വിച്ച് കഴിച്ചത്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. മേളിൽ ചെന്നിട്ട് ആദ്യം ഫ്യൂവൽ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാം. പിന്നെ ഗ്യാപ്പ് റോഡ് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. അതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻ. അവിടെയൊക്കെ ഫുള്ള് മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇത് F900. നമ്മളിപ്പോൾ അടിക്കാൻ കയറിയ പെട്രോൾ പമ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എത്ര നേരം നിന്നു അറിയോ കുറച്ച് പെട്രോൾ കിട്ടാനായിട്ട്. ഫുള്ള് തേനീച്ച. എടാ ഇവിടെ നിന്ന് മാറിക്കോ, ഫുള്ള് തേനീച്ച എടാ. ഇത് ഭയങ്കര ചൂടാണല്ലോ ഗ്യാപ്പ് റോഡ് നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. കേരളത്തിൽ കഴിക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റിലോട്ടോ ലഞ്ച്. മണി 12:51. ഗ്യാപ്പ് റോഡിൽ തണുപ്പും മഞ്ഞൊന്നും ഇല്ല, നല്ല ചൂടാണ്, നല്ല വെയിലാണ്. മഞ്ഞും തണുപ്പൊക്കെ കൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ ഇവിടുത്തെ വെയിലും ചൂടും കൊണ്ട് നാരങ്ങ വെള്ളം കുടിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും ഇടം വരെ വന്ന്. അപ്പോൾ ഗ്യാപ്പ് റോഡ് മേലെ കയറി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോവാം. ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തല്ല. നമുക്ക് ഇവിടെ നിർത്തി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം.
മഴയുള്ളപ്പോൾ ഇതുവഴി വരുന്നവരാണ് കുറച്ച് സൂക്ഷിക്കുക. റോട്ടിൽ ചെളി ഉണ്ടാവും, വെള്ളം മാത്രമല്ല ചെളിയായിട്ടുണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ടയർ തെന്നിപ്പോകും, നല്ല വഴുക്കലുണ്ടാവും അവിടെ. സൂക്ഷിച്ച് വരിക. നമ്മളിപ്പോൾ മൂന്നാറിൽ നിന്നൊക്കെ പോന്നു. അവിടെ നല്ല മഴ ചെയ്തുകൊണ്ട് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കോതമംഗലം എത്തി. എവിടെയെങ്കിലും നേരത്തെ ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. ഞാനിവിടെ Insta360 വെച്ചിട്ട് അത് നല്ലപോലെ ഇവിടെ നിന്ന് കളിക്കൊണ്ട് ഊരി പോകാതിരുന്നാൽ മതി. സോ ഇതെൻ്റെ പുതിയ ചാനൽ, എൻ്റെ പുതിയ വീഡിയോ, മൈ ഫസ്റ്റ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ Instagram ID ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതും ബ്രാൻഡ് ന്യൂ അക്കൗണ്ടാണ്. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.